ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും രണ്ട് വിഷയങ്ങളെ പറ്റിയിട്ടാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തേത് നമ്മൾ കൊച്ചു കുട്ടികൾക്ക് ഭക്ഷണം മിക്സിയിൽ അരച്ചിട്ട് കൊടുക്കുന്നത് നല്ലതാണോ അല്ലയോ എന്നുള്ളതാണ്. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് ബിസ്ക്കറ്റ്, റസ്ക്, അതുപോലെ ബ്രെഡ് ഇതൊക്കെ കൊടുക്കുന്നത് നല്ലതാണോ, അല്ലെങ്കിൽ അവർക്ക് ഇത് ശരീരത്തിന് ഗുണം ചെയ്യുമോ, എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ തുടങ്ങിയ വിഷയങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ കുഞ്ഞു കുട്ടികൾക്ക് കൊടുക്കുന്ന ഭക്ഷണ രീതിയെ പറ്റി പറയാം. നമ്മൾ പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് വീട്ടിൽ സൗകര്യങ്ങളൊക്കെ കുറവായിരുന്നു. അപ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്ക് പണ്ടത്തേതിനേക്കാളും അപേക്ഷിച്ചിട്ട് ഇന്ന് വളരെയേറെ സൗകര്യങ്ങളൊക്കെ കൂടിയൊരു സമയമാണ്. അതുമാത്രമല്ല ഇന്ന് സമയവും വളരെയേറെ പരിമിതമാണ് ഇന്നത്തെ കാലത്ത്, അല്ലേ? മിക്ക മാതാപിതാക്കളും ജോലിക്ക് പോകുന്നവരാണ്. അതല്ലെങ്കിൽ അവർക്ക് എല്ലാം വളരെ പെട്ടെന്ന് നടക്കണം എന്ന് കരുതുന്ന ആളുകളാണ് ഇന്നുള്ളത്. അപ്പോൾ പണ്ടൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫുഡൊക്കെ എടുത്ത് പറമ്പിലോട്ടൊക്കെ പോയി പതിയെ കൈകൊണ്ടൊക്കെ പീച്ചി, ചോറൊക്കെ ആണെങ്കിൽ കൈകൊണ്ടൊക്കെ പീച്ചി പൂച്ചയും കാക്കയും ഒക്കെ കാണിച്ച് ചുറ്റുമുള്ളതൊക്കെ കാണിച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നൊരു ശീലമായിരുന്നു. എന്നാൽ ഇന്നത്തെ മാതാപിതാക്കളെ എല്ലാം വളരെ പെട്ടെന്ന് നടക്കണം, കുഞ്ഞ് എത്രയും പെട്ടെന്ന് കൺസ്യൂം ചെയ്യാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് കഴിക്കണമെന്ന് കരുതുന്നതുകൊണ്ട് തന്നെ പലരും ഇന്ന് നമ്മൾ കുട്ടികൾക്ക് സോളിഡ് ഫുഡ്സ് ഒക്കെ കൊടുത്തു തുടങ്ങുമ്പോൾ അത് മിക്സിയിൽ അടിച്ച് പേസ്റ്റ് പോലെയാക്കി ഇങ്ങനെ വളരെ ചെറിയൊരു കുഴമ്പ് രൂപത്തിലാക്കിയിട്ടൊക്കെ കുട്ടികൾക്ക് ഇന്ന് കൊടുത്തു വരുന്നതാണ് കാണുന്നത്. കാരണം നമ്മൾ അങ്ങനെ കൊടുക്കുമ്പോൾ ഒന്നാമത്തെ കുഞ്ഞുങ്ങൾ പെട്ടെന്ന് തന്നെ കഴിക്കുന്നുണ്ട്, പെട്ടെന്ന് കുഞ്ഞിൻ്റെ വയറ് നിറയുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, കുഞ്ഞധികം തുപ്പിക്കളയാനുള്ള ഒന്നും സാധ്യതയും ഇല്ല. വയലിലേക്ക് ഇടുമ്പോൾ തന്നെ ഇപ്പം നമുക്കാണെങ്കിലും അങ്ങനെയല്ലേ, എന്തെങ്കിലും പേസ്റ്റ് പോലെ കിട്ടിയാൽ നമ്മളും അത് പെട്ടെന്ന് തന്നെ ഇറക്കി കളയില്ലേ, ഒട്ടും പുറത്ത് കളയില്ലല്ലോ. ഇതേപോലെ തന്നെയാണ് കുഞ്ഞുങ്ങൾക്കും അവരുടെ വായിലേക്ക് പേസ്റ്റ് പോലെ സ്പൂണിൽ കോരി കൊടുക്കുമ്പോൾ അവരത് അപ്പോൾ തന്നെ ഗ്ലം ഗ്ലം എന്ന് പറഞ്ഞിട്ട് ഇറക്കുന്നു. അല്ലാതെ അതൊന്ന് ടേസ്റ്റ് ചെയ്യാനോ അതിൻ്റെ രുചിയോ മറ്റെന്തെങ്കിലുമൊക്കെ സ്പെഷ്യാലിറ്റികൾ ഉണ്ടെങ്കിൽ അതൊന്നും കുഞ്ഞുങ്ങൾ അറിയാതെ പോകുന്നു. നമ്മൾ ശരിക്കും ഒരു 6 മാസം ആകുമ്പോഴാണ് കുഞ്ഞുങ്ങൾക്ക് നമ്മൾ സോളിഡ് ഫുഡ്സ് കൊടുത്തു തുടങ്ങുന്നത്. ആ സമയത്ത് കുഞ്ഞുങ്ങൾക്ക് പല്ലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഒരു 6-7 മാസത്തിലൊക്കെ ഇതുപോലെ നമ്മൾ പേസ്റ്റ് രൂപത്തിലാക്കി ഫുഡ് കൊടുക്കുന്നത് കൊണ്ട് തെറ്റില്ല. കാരണം കൊച്ചു കുഞ്ഞല്ലേ, അതുവരെ മുലപ്പാൽ മാത്രമല്ലേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഇങ്ങനെ പേസ്റ്റ് രൂപത്തിലാക്കി കുഞ്ഞിന് കൺസ്യൂം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കൊടുക്കുക, അതിൽ കുഴപ്പമില്ല. പക്ഷെ ഒരു 7 മാസമൊക്കെ കഴിയുന്നതോടെ അല്ലെങ്കിൽ ഒരു 8 മാസം 9 മാസമൊക്കെ ആകുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞരി പല്ലുകളൊക്കെ വന്നു തുടങ്ങും, ചെറിയ പല്ലുകളൊക്കെ വരും. അപ്പോൾ നമ്മളിങ്ങനെ വായിലൊക്കെ വിരലിട്ട് നോക്കിയാൽ അറിയാം അവരിങ്ങനെ നല്ല മുറുക്ക് കടിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ കാരുന്നൊരു സ്വഭാവം ഉണ്ടാവും. അതെന്താണെന്നറിയോ, അതിപ്പം കുഞ്ഞുങ്ങൾക്ക് പുതിയ സാധനങ്ങളൊക്കെ വായിലേക്ക് ഇടാനും അതൊക്കെ ഇങ്ങനെ കടിച്ചു നോക്കാനും അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന സംഗതികളെല്ലാം ഇങ്ങനെ ടേസ്റ്റ് ചെയ്യാനും ഒക്കെയുള്ള ഒരു സ്വഭാവം അതോടുകൂടി കുഞ്ഞുങ്ങൾ രൂപപ്പെടും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകം കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒരു 8 മാസം 9 മാസമൊക്കെ പ്രായമായി കഴിഞ്ഞാൽ ഇത്തരത്തിൽ മിക്സിയിൽ അടിച്ച് പേസ്റ്റ് പോലെ ആക്കി കൊടുക്കുന്നത് നമ്മൾ പരമാവധി ഒഴിവാക്കുക. എന്നിട്ട് കുഞ്ഞുങ്ങൾക്ക് അവരുടെ കുഞ്ഞു പല്ലുകൾ കൊണ്ട് അവർ ചവയ്ക്കട്ടെ, കുഞ്ഞരി പല്ലുകൾ കൊണ്ടൊക്കെ ചവച്ച് അവർക്ക് ഈ ഭാഗത്തെ, അതുമാത്രമല്ല നമ്മുടെ മോണയുടെ ഈ ഭാഗത്തെ മസിലുകൾ, എല്ലുകൾ അതൊക്കെ വികാസം പ്രാപിക്കുന്ന ഒരു സമയമാണ് ഈ 8 മുതൽ അല്ലെങ്കിൽ ഒരു 1-1.5 വയസ്സ് വരെയൊക്കെയുള്ളൊരു സമയം. പ്രത്യേകിച്ചും ഈ 6 മാസം മുതൽ 1 വയസ്സ് വരെയുള്ളൊരു ടൈം എന്ന് പറയുന്നത് ഈ ഭാഗത്തെ എല്ലുകളുടെയും പല്ലിൻ്റെയും ഒക്കെ വികാസം വരുന്നൊരു സമയമാണ്. അതിനോടനുബന്ധിച്ചാണ് അവർക്ക് കുഞ്ഞരി പല്ലുകളൊക്കെ വരുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇങ്ങനെ പേസ്റ്റ് രൂപത്തിൽ ഇങ്ങനെ സ്പൂൺ ഫീഡ് ചെയ്തുകൊണ്ടിരുന്നാൽ കുട്ടികൾക്ക് സ്വാഭാവികമായിട്ടും ചവച്ച് കഴിക്കാനായിട്ടുള്ള ആ ഒരു ശേഷി നഷ്ടപ്പെടും. അത് മാത്രമല്ല ഈ ഭാഗത്തൊന്നും എന്തായാലും സംസാരിക്കാൻ ആവില്ല. അപ്പോൾ ഈ ഭാഗത്തൊന്നും യാതൊരുവിധ ചലനവും ഉണ്ടാകുന്നില്ല. നമ്മൾ കൊടുക്കുന്നത് അവരിങ്ങനെ ഇറക്കിക്കൊണ്ടേയിരിക്കുന്നു. നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയൊരു സംഗതി കൊടുത്ത് നോക്കൂ, അവരിങ്ങനെ ചെറുതായിട്ടൊക്കെ ചവയ്ക്കും. അപ്പോൾ അതാണ് പറയുന്നത്, കുട്ടികൾക്ക് ചെറിയ രീതിയിൽ ചവയ്ക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഫുഡാണ് നമ്മൾ കൊടുക്കേണ്ടത്. എന്ന് വെച്ച് ചെറിയ പീസൊന്നും ആക്കി കൊടുക്കണമെന്നല്ല. ഇപ്പോൾ ചോറൊക്കെ ആണെങ്കിൽ അതൊക്കെ നന്നായിട്ട് വേവിക്കുക, നമ്മൾ കഴിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി നന്നായിട്ട് വേവിക്കുക. എന്നിട്ട് അത് കൈകൊണ്ട് നന്നായിട്ട് ഞെക്കി അല്ലെങ്കിൽ നന്നായിട്ട് ഉടച്ച് കുഞ്ഞിന് ചവയ്ക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റി മിക്സിയിൽ അരയ്ക്കാതെ കൈകൊണ്ട് നമുക്ക് എങ്ങനെ ഇത് സോഫ്റ്റ് ആക്കി എടുക്കാൻ പറ്റുമോ അങ്ങനെ എടുത്തിട്ട് നമ്മൾ കുഞ്ഞിന് കൊടുത്ത് നോക്കും. അപ്പോൾ അവരത് വായിലിടും, അത് മോണ കൊണ്ട് ചവയ്ക്കും, അത് ടേസ്റ്റ് ചെയ്യും, അതിൻ്റെ ആ രൂപവും ഭാവവും ഒക്കെ അവരത് വാങ്ങോട്ട് മനസ്സിലാക്കും. അങ്ങനെ കുഞ്ഞുങ്ങൾ ഭക്ഷണം കഴിക്കട്ടെ, അങ്ങനെ അവരുടെ വയറ് നിറയട്ടെ, അവർ ഹെൽത്തി ആയിട്ട് വളരട്ടെ.
നമ്മൾ കൊടുക്കുന്ന എല്ലാ ഫുഡും, കിഴങ്ങ് വർഗ്ഗങ്ങളാണെങ്കിൽ സ്വീറ്റ് പൊട്ടറ്റോ ഒക്കെ നന്നായിട്ട് വേവിച്ച് ഇതുപോലെ കൈകൊണ്ട് നന്നായിട്ട് ഉടച്ച് അവർക്ക് കൊടുക്കുകയാണെങ്കിൽ അവരവരുടെ കുഞ്ഞരി പല്ലുകളും മോണയൊക്കെ വെച്ചിട്ട് നന്നായിട്ട് ചവച്ച് കഴിക്കാനായിട്ടുള്ളൊരു ശീലം കുട്ടികൾക്ക് രൂപപ്പെടും. പിന്നെ അതുമാത്രമല്ല, നമ്മളൊരു ചെറിയൊരു പാത്രത്തിൽ കുറച്ച് ഭക്ഷണമൊക്കെ എടുത്ത് അല്ലെങ്കിൽ ഒരു സ്പൂണൊക്കെ വെച്ച് കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ അവർ നമ്മൾ കഴിക്കുന്നതൊക്കെ കണ്ടിട്ട് ഇതുപോലെ അവരും തന്നെത്താനെ എടുത്ത് കഴിക്കാനായിട്ടുള്ളൊരു സ്വഭാവവും കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവും. ഇനി പല മാതാപിതാക്കളും അങ്ങനെയൊന്നും കൊടുക്കാറില്ല. കാരണം എന്താണെന്നറിയോ, കൊച്ചുകുട്ടിയല്ലേ, കുഞ്ഞ് അവിടെ ഇവിടെയൊക്കെ ഭക്ഷണം തൂവിയിടും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആരും കൊടുക്കില്ല. ചിലപ്പോൾ അവരുടെ കയ്യിൽ നിന്നും 1-2 ചോറുമ്പറ്റ് താഴെ വീണ് പോയേക്കാം, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്നതൊക്കെ അവരവിടെ തൂവി ഇട്ടേക്കാം. അവിടെ ഇട്ടോട്ടെ, പിന്നീട് അത് അടിച്ചു വാരി കളഞ്ഞാൽ പോരെ, അതിന് പ്രശ്നമില്ലല്ലോ. പക്ഷെ അതോടൊപ്പം നമ്മുടെ കുട്ടികൾ അവർ തന്നെത്താനെ ഭക്ഷണം എടുത്ത് കഴിക്കാനൊക്കെ ശീലിക്കുന്ന ഒരു സമയമാണ്. നമ്മളിങ്ങനെ ഒന്നും ചെയ്യാതെ കുട്ടികളെ കൊണ്ടുപോയി പ്രീ സ്കൂളിൽ അല്ലെങ്കിൽ നഴ്സറിയിലൊക്കെ വിട്ട് കഴിയുമ്പോൾ മറ്റു കുട്ടികൾ ഇതേപോലെ തന്നെത്താനെ ഭക്ഷണം എടുത്ത് കഴിക്കും, നമ്മുടെ കുഞ്ഞൊന്നും കഴിക്കുന്നില്ല എന്ന് അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ കാരണം നമ്മൾ മാതാപിതാക്കൾ മാത്രമാണ്. അതുകൊണ്ട് കുട്ടികൾക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണ രീതി ഉണ്ടാക്കിയെടുക്കാനായിട്ട്, അതിൽ ഭക്ഷണ രീതി എന്ന് പറയുമ്പോൾ അവർ ഭക്ഷണം കഴിക്കുന്ന ആ ഒരു ശൈലി കൂടിയുണ്ട്, അതൊക്കെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് ഈ 1-1.5 വയസ്സൊക്കെ ആവുന്നതോടെ കുഞ്ഞുങ്ങളിൽ നല്ല ആഹാര രീതിയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ മാതാപിതാക്കൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ മറ്റേ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നമ്മൾ കുട്ടികൾക്ക് സ്നാക്സ് ആയിട്ട് ബിസ്ക്കറ്റ്, റസ്ക്, അതുപോലെ ബ്രെഡ് ഇതൊക്കെ കൊടുക്കാമോ എന്നുള്ളത്. നോക്കൂ, ഇടയ്ക്ക് വല്ലപ്പോഴും ഒരു കഷ്ണം ബ്രെഡ് കൊടുക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ 2-3 ബിസ്ക്കറ്റ് കൊടുക്കുന്നത് കൊണ്ടോ തെറ്റില്ല. പക്ഷെ സ്ഥിരമായിട്ട് നമ്മൾ രാവിലെയോ വൈകിട്ടോ ഒക്കെ ഏതെങ്കിലുമൊക്കെ നേരം സ്ഥിരമായിട്ട് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ബിസ്ക്കറ്റ് അല്ലെങ്കിൽ ബ്രെഡ്, റസ്ക് ഇതൊക്കെ കൊടുത്താൽ അത് ഒരിക്കലും അവരുടെ ശരീരത്തിന് നന്നായിട്ട് ഒന്നും കിട്ടുന്നില്ല. നോക്കൂ, ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഈ വീറ്റ് അല്ലെ, ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കുന്ന ചില ബ്രെഡ് ഉണ്ട്, മൾട്ടിഗ്രെയിൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ വരുന്നത്, അതൊക്കെ നല്ലതാണ്. പക്ഷെ വൈറ്റ് ബ്രെഡ് ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടാക്കുന്നത് ഈ വീറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന അതിൻ്റെ ഒരു വേസ്റ്റ് പ്രോഡക്റ്റ് ആയിട്ടുള്ള മൈദ കൊണ്ടാണ്. അപ്പോൾ ഈ മൈദ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് വളരെ ഹാംഫുൾ ആയിട്ടുള്ള ഒന്നാണ്. നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുകയാണെങ്കിൽ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ ഒക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടല്ലേ പറയുന്നത് പൊറോട്ടയൊന്നും നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കരുത്, ഡെയിലി കഴിക്കരുതെന്ന്. ഡെയിലി കഴിച്ചാൽ അതൊക്കെ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കും. കുട്ടികളുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അവർക്കും ഡെയിലി ഇങ്ങനെ മൈദ കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരീരത്തിന് ഒട്ടും നല്ലതല്ല. ഇന്നത്തെ കാലത്ത് വളരെയേറെ നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് മാതാപിതാക്കൾ പ്രത്യേകിച്ചും സ്നാക്സ് ആയിട്ട് കുട്ടികൾക്ക് ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് അല്ലെങ്കിൽ 2 കഷ്ണം ബ്രെഡ് ഇതൊക്കെ സ്കൂളിലൊക്കെ കൊടുത്തു വിടുന്നത്. അതൊക്കെ വളരെ തെറ്റായ ഒരു പ്രവണതയാണ്. നമ്മൾ കഴിയുന്നതും കുട്ടികൾക്ക് സ്നാക്സ് ആയിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് തന്നെ കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് ഒന്നും ഉണ്ടാക്കി പ്രിപ്പയർ ചെയ്തൊക്കെ കൊടുക്കാൻ സമയമില്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫ്രൂട്ട് കൊടുക്കുക, ഒരു ആപ്പിളോ അല്ലെങ്കിൽ കുറച്ച് മുന്തിരിങ്ങയോ ഓറഞ്ചോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുക. അതിൻ്റെ ഒപ്പം 2-3 കശുവണ്ടി പരിപ്പ്. ഇനിയിപ്പോൾ ഒന്നും അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന നിലക്കടലയില്ലേ, നമ്മൾ ചുമ്മാ കുറച്ചുകൊണ്ട് നടക്കുന്ന കടല, അത് വളരെയേറെ പ്രോട്ടീനുള്ള നല്ലൊരു സാധനമാണ്. അപ്പോൾ അതൊക്കെ കഴിക്കുന്നതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് വലിയ വിശപ്പ് മാറിയില്ലെങ്കിലും അവർക്ക് അത്യാവശ്യം അവരുടെ ശരീരത്തിന് വേണ്ട ഘടകങ്ങളൊക്കെ അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള നല്ല എന്തെങ്കിലുമൊക്കെ ഫുഡ് കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള ബിസ്ക്കറ്റ് പാക്കറ്റുകൾ, ബ്രെഡ്, അതുപോലെ റസ്ക്, നമ്മൾ എളുപ്പത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമ്മുടെ കുട്ടികളെ വളരെ വലിയ അപകടത്തിലോട്ടൊക്കെ എത്തിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. വല്ലപ്പോഴും കൊടുക്കുന്നതല്ല, പക്ഷെ സ്ഥിരമായിട്ട് ഇത്തരം ഫുഡൊന്നും നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ മക്കൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിച്ച് വളരട്ടെ. നമസ്കാരം. കുട്ടികൾക്കും ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും വേണ്ടി യാതൊരു മായവും ചേർക്കാത്ത, യാതൊരു പ്രിസർവേറ്റീവ്സും ചേർക്കാത്ത വുമൺ ടു ഫ്ലൈൻ്റെ ഫുഡ് പ്രൊഡക്ട്സുകളെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ഇത് ഹോം മെയ്ഡ് ഫുഡ് പ്രൊഡക്ട്സുകളാണ്. അതിലാദ്യത്തേത് കുന്നം കായപ്പൊടിയാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ധാന്യക്കൂട്ടുപൊടിയുണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള റാഗി പൗഡർ, ഉരുക്ക് വെളിച്ചെണ്ണ, പിന്നെ അതുപോലെ തന്നെ പനക്കൽക്കണ്ടം, ഇതെല്ലാം തന്നെ ഈ ഒരു വുമൺ ടു ഫ്ലൈൻ്റെ
ഹോം പ്രൊഡക്ട്സുകളാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മുലയൂട്ടുന്ന അമ്മമാർക്ക് വേണ്ടിയിട്ട്, അവരുടെ പാലൊക്കെ കുറവുള്ള അമ്മമാരൊക്കെ ആണെങ്കിൽ ഇവർക്ക് വേണ്ടിയിട്ട് ന്യൂ മംസ് ഹെൽത്ത് മിക്സ് പൗഡർ വളരെ നല്ലതാണ് ഉപയോഗിക്കുന്നത്. അതോടൊപ്പം തന്നെ ഗർഭിണികളായിരിക്കുന്നവർക്കും ഗർഭസ്ഥ ശിശുവിൻ്റെ പൂർണ്ണമായ വളർച്ചയ്ക്കും സഹായിക്കാവുന്ന പ്രഗ്നൻസി ഹെൽത്ത് മിക്സ് പൗഡറും വളരെ നല്ലതാണ് ആ ഒരു കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്നത്. ഇത് നമുക്ക് ഈ ഒരു വുമൺ ടു ഫ്ലൈൻ്റെ അതുപോലെ സ്ട്രോങ് വുമൺ ഹെൽത്ത് മിക്സ് പൗഡർ എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. ഇത് വാങ്ങി ആ ഒരു കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ജീവിതശൈലി രോഗങ്ങളായിട്ടുള്ള പൊണ്ണത്തടി, ഡയബറ്റിക്സ്, കൊളസ്ട്രോൾ, പ്രഷർ സംബന്ധമായ രോഗങ്ങൾ, ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ഇതെല്ലാം തന്നെ വരുന്നത് നിയന്ത്രിച്ച് നിർത്താനൊക്കെ വേണ്ടിയിട്ട് സഹായിക്കാവുന്ന മില്ലറ്റ്സ് പ്രൊഡക്ട്സുകളൊക്കെ തന്നെ ഓൾ ഇന്ത്യ ലെവലിൽ ഹോം ഡെലിവറി അവൈലബിൾ ആണ്. യാതൊരു മായവും ചേർക്കാത്ത, പ്രിസർവേറ്റീവ്സ് ചേർക്കാത്ത നമ്മുടെ വീടുകളിൽ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അതുപോലെയാണ് ഉണ്ടാക്കിയെടുക്കുന്ന പ്രൊഡക്ട്സുകൾ നിങ്ങൾക്ക് യാതൊരു ഡൗട്ടും കൂടാതെ വാങ്ങി ഉപയോഗിക്കാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.